ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള്, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിപ്പോ വലിയ സുഖങ്ങളൊന്നുമില്ല. ആദ്യത്തിന് 2 ദിവസമായിട്ട് പനിയാണ്. 2 ദിവസം മുന്നല്ല, 2 ദിവസമായിട്ട് പനിയാണ്. പനിയുടെ മരുന്ന് കൊടുക്കും, കുറയും, അതിന്റെ വീണ്ടും പനിക്കും. പിന്നെ 2 ദിവസം മരുന്ന് കൊടുത്തേക്ക് ഇപ്പൊ ഏകദേശം ഇങ്ങനെ ചുമ തുടങ്ങിയിട്ടുണ്ട്. അത് അബ്രൂന് കിട്ടുമെന്ന് അറിയില്ല. എന്നാലും ഇപ്പൊ ചുമച്ച് വേറെ ഒന്നും കൊണ്ടല്ല അവന്റെ ചുമ നിൽക്കാത്തത്. ഇവൻ ഈ ഫ്രിഡ്ജ് തുറക്കും, തണുത്ത വെള്ളം അല്ലേ, നല്ല തണുത്ത വെള്ളം എടുത്ത് കുടിക്കും. ആ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. ഇപ്പൊ പച്ചവെള്ളം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം കൂട്ടി വെക്കാനും പറ്റില്ല. ഡബിൾ ഡോർ ആയി കാരണം അതിന് കൂട്ടാനുള്ള ഇതില്ലേ, അതുകൊണ്ട് അവൻ തന്നെ സുഖമായിട്ട് പോയി ഇരിക്കും. അവനാവശ്യമുള്ളപ്പോ കുടിക്കുക, അതുപോലെ എല്ലാവർക്കും സപ്ലൈ ചെയ്യാം. ആർക്കെങ്കിലും വെള്ളം വേണമെങ്കിൽ അവൻ അപ്പം പണി കഴിഞ്ഞ് വരികയാണെങ്കിൽ അപ്പൊ വെള്ളം എടുത്ത് കൊടുക്കും, അപ്പയ്ക്ക് വെള്ളം എടുത്ത് കൊടുക്കും, എല്ലാവർക്കും വെള്ളം കൂടെ എടുത്ത് കൊടുക്കും. അങ്ങനെ കൊടുത്ത് ഇപ്പൊ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നല്ല കപ്പക്കെട്ടായി. ഇനിയിപ്പോ ഇവിടെ കഴിഞ്ഞ് നാളെ വീണ്ടും കൊണ്ടുപോണ്ടി വരും. ഇന്ന് രാവിലത്തേക്ക് നമുക്ക് മുതിര ഉപ്പേരി ഉണ്ട്. മുതിര അപ്പൊ ചുവന്നുള്ളിയും ഇതോട്ട് കാച്ചാൻ പോകുന്നത്. എനിക്ക് ചെറുതായിട്ട് ചുമയും ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ട് മാറിയിട്ടുണ്ടായി. ആദ്യത്തിന് 2 ദിവസം മുന്നേ ഇങ്ങനെ പനി ഉണ്ടായിരുന്നു. ചുമ ആദ്യത്തിന് വിട്ട് മാറിയിട്ടില്ല. ഇപ്പൊ എനിക്കും ചെറുതായിട്ട് ചുമ തുടങ്ങിയിട്ടുണ്ട്. ചുമയല്ല, ജലദോഷവും തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തലവേദന കേട്ടാ. ഇന്ന് മറ്റേ മൈഗ്രെയിൻ എന്നെ പോലെയാ. എന്താ ഇങ്ങനെ ഫുള്ള് തലവേദന എടുക്കുക, എല്ലാവരുടെയും വേദന എടുക്കണ പോലെയൊക്കെ തോന്നാം ഒരു വിധത്തിൽ. എന്നിട്ട് ഞാൻ കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നലെത്തേക്കും കുറഞ്ഞു. ഞാൻ തുടങ്ങിയതായി, ഇന്നലെത്തേക്കും കുറഞ്ഞു. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇനി അങ്ങനെ വരണമെങ്കിൽ പോവാന്ന് വിചാരിച്ചു. എന്റെ ദൈവമേ, ഓരോന്ന് കഴിയുമ്പോ ഓരോന്ന് വന്നതേ ആഭാരാണ്. ഫുഡ് കഴിക്കാൻ പോട്ടതേ. പപ്പടുണ്ട്, കോവയ്ക്ക കൊണ്ടാട്ടുണ്ട്, മുതിരിയുണ്ട്. കണ്ട കോവയ്ക്ക കൊണ്ടാട്ടം കണ്ട, ഞാൻ പറഞ്ഞില്ല ഒരു കറുത്ത കളറാവുന്നു. പിന്നെ പപ്പടം. ഫുഡ് കഴിക്കട്ടെ. എങ്ങനെ ഇരിക്കും? അതേതുമ്പോ അബ്രു ബീൻ ചെയ്തു. എന്നിട്ട് പഠിച്ചേ ABCD പഠിച്ച ABCD പഠിപ്പിച്ച ABCD പഠിക്കാൻ വേണ്ടി സൈക്കിളിൽ പോണേ. ചുളിക്കല്ല പോവാ. അതേ പിന്നാലെ അടുത്താണ് ചുളിക്ക് പോണ്. അതേ പോണ്. ഞാൻ അവര് പഠിക്കും. അതേ പോണു. ഉമ്മോടുത്തെ ഉമ്മോടുത്തെ ഉമ്മല്ല പാടോ പഠിച്ചു കഴിഞ്ഞില്ലേ? ദേഷ്യം വേണ്ടിട്ടാ ഒരിക്കല ചേട്ടാ. ചേട്ടാ വായോ, നിങ്ങളെ കൊണ്ട് തോറ്റു. നമ്മളിപ്പോ പോവാന്ന് പറഞ്ഞു, പക്ഷെ എന്നാ പോണേന്നോ എങ്ങനെയാ പോണേന്നോ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല, സംഭവം അതൊന്നും അതിൻ്റെ ഇപ്പോഴാണ് നമ്മള് എന്താണ് പറയാ, നമ്മളെന്നാ പോവാന്നുള്ളത് ഒരു ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റണത് ഇന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് അവര് കമ്പനിയിൽ നിന്ന് ടിക്കറ്റ് അയച്ചു തന്നു. ടിക്കറ്റ് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ ടിക്കറ്റ് അയച്ചു തന്നു. കാരണം മറ്റേ എന്താണ് പറയുക, ഫ്ലൈറ്റ് ചേഞ്ച് ആവുക അങ്ങനത്തെ ഒരു ഇതില്ല. നമുക്ക് ഒരു ഗൾഫ് എയറിൻ്റെ ടിക്കറ്റാണ് അയച്ചു തന്നാണ്. അതായത് ഇവിടുന്ന് ടു കൊച്ചി ടു ബഹ്റൈൻ ടു സൗദി അറേബ്യ ദമമാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ അപ്പൊ ആദ്യം വരുന്നതാണ് പറയുന്നത്. അതെപ്പോഴും ഇപ്പൊ നമ്മൾ ആരോടെങ്കിലും ഇപ്പൊ ടിക്കറ്റിന്റെ കാര്യം എന്തെങ്കിലും പറയാനായിട്ട് ഞാൻ അപ്പൊ പറയും. അല്ലെങ്കിൽ ദുബായിക്ക് പോണ കാര്യ, ദുബായിൽ നിന്നുണ്ടാവും പറയുള്ളൂ. സൗദിന്ന് അവൻ അറിയില്ല. ദുബായിക്ക് പോണ കാര്യം പറഞ്ഞ അപ്പൊ പറയും ഞാനും വന്നിട്ടുണ്ട്. അമ്മ വന്ന അമ്മ ഇവിടെ നിന്നോ, അവിടെ അച്ഛനുണ്ട്, തല്ലും. അതുകൊണ്ട് അമ്മ അബ്രു ഇവിടെ നിക്ക, ഞാനും അപ്പയും പോവാ. അങ്ങനെ പറഞ്ഞു. അവനിപ്പോ പറഞ്ഞു ഞാനും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പോണ ഡേറ്റ് നമ്മള് എന്തായാലും ഇപ്പൊ പറയില്ലേ. ടിക്കറ്റ് വന്നു, ടിക്കറ്റ് കൺഫേം ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ
എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ പോവും. ഒരാഴ്ച കൂടി ഉള്ളൂ നമ്മളിവിടെ. അത് നമ്മൾ പറയാം ലാസ്റ്റ് ദിവസങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പൊ പോണ ഡേറ്റ് പറയുന്നത് ഒരു ഇതല്ല, അതിനൊരു രസം ഉണ്ടാവില്ലേ. നമ്മളൊരാഴ്ച 1 വീക്ക് കൂടി ഉള്ളു, അത് കഴിഞ്ഞാൽ നമ്മൾ പോവുന്നു. അപ്പോൾ ആ ഒരു ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നമ്മൾ മറ്റേ നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ഇതുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ കുറച്ച് നമ്മുടെ റെഗുലറായിട്ടാണ് ആൾക്കാരൊക്കെ, പക്ഷെ കുറേ ആൾക്കാർക്കും നമ്മുടെ വീഡിയോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നമ്മുടെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല. എന്താണ് പറയുക, റോങ് കമ്പനിയിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചീത്ത പറയാൻ കുറേ ആൾക്കാർ വരും. പക്ഷെ അന്നാണ് ആ വീഡിയോ കുറച്ച് ആൾക്കാരിൽ കൂടുതൽ കാണുന്നത്. ഇത് നമ്മൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇട്ടാലും എവിടെ ആൾക്കാർ ജസ്റ്റ് ഒന്ന് തോന്നിക്കുക അത് കാണുന്ന പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണെങ്കിൽ അതൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ഞങ്ങളെന്തെങ്കിലും തിരുത്തലുകളും ഇതുകളും കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കൊണ്ടുവരാൻ റെഡിയാണ്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോ. ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോസും എന്താ ചെയ്യാന്നോ അതൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും പോവാണ്ട് പറ്റില്ല, ഇവിടെ നിന്നിട്ട് വീഡിയോ. പിന്നെ നമ്മളെ ഇതിലൊരു കമന്റ് വന്നിട്ടായിരുന്നു, ചേട്ടന്റെ പണിയുന്നു. അപ്പൊ ഞാനതിൽ റിപ്ലൈ അയച്ചു, ചേച്ചിയുടെ ക്യാമറമാൻ 8 മാസം ചേച്ചിയുടെ ക്യാമറമാൻ ആയിരുന്നു. ഇപ്പൊ എനിക്കൊരു പണിയായിരുന്നു. അപ്പൊ എനിക്കൊരു പണിയുണ്ട്. അപ്പൊ ആ പണിക്ക് പോണം. ക്യാമറമാനും പ്രൊപ്പറേറ്ററും എല്ലാം ഇനിയുള്ള തന്നെയാണ്. അപ്പൊ നമ്മള് പോകും, അതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷെ സപ്പോർട്ടാണ് വേണ്ടത്. നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായാലാണ് നമുക്ക് അതേപ്പോ നമ്മുടെ വീഡിയോസ് ആരെങ്കിലൊക്കെ കാണുന്നുണ്ട് കമന്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സന്തോഷം. അല്ല കമന്റ് ചെയ്യില്ല എന്നല്ല കേട്ടോ, കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു നമ്മളെടുക്കുന്ന ഒരു എഫർട്ടിന് ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ഇൻട്രസ്റ്റ് കുറവ് പോലെ തോന്നുന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ ഒരു പണ്ടത്തെ അത്ര നമ്മൾ വന്ന സമയത്തുള്ള ആ ഒരു ഇതില്ലേ, അന്ന് നെഗറ്റീവ് ക്യാപ്ഷൻ ഇടുമ്പോൾ ഞാനും പറയാറുണ്ട് ചിലപ്പോൾ ആൾക്കാർക്ക് അത് വരുന്നു. പക്ഷെ ഇപ്പോഴെനിക്ക് തോന്നുന്നത് നെഗറ്റീവ് ക്യാപ്ഷനാണ് ആൾക്കാർ കാണുന്നത്. പോസിറ്റീവ് ക്യാപ്ഷൻ സന്തോഷമുള്ളത് ആർക്കും വേണ്ട, ദുഃഖങ്ങളും ദുരിതങ്ങളും മതി എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ വിശേഷങ്ങള്. അപ്പൊ ഇനി അങ്ങോട്ട് പോവായി. ഇപ്പൊ ഒരു 8 മാസം സൂചിച്ചില്ലേ, 8 മാസം സൂചിച്ചു, ലീവ് കിട്ടി, വെക്കേഷൻ പിള്ളേരെ നോക്കി സൂചിച്ചു. വലിയ സുഖം. നമ്മളിപ്പോ 8 മാസം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ പുറത്തേക്ക് അങ്ങനെ പോവുക, അങ്ങനെ ഇടയ്ക്കൊക്കെ പോവും. എന്നാലും വലിയ കാര്യമായിട്ട് വലിയ ലോങ് ട്രിപ്പ് അങ്ങനെയൊന്നും പോയിട്ടൊന്നുണ്ടായില്ല. ഇവിടെ തന്നെ നമ്മൾ നിന്നാ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. 8 മാസം എത്ര വർഷങ്ങൾക്ക് ശേഷം ഇത്ര മാസം ഗ്യാപ്പ് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. ഗ്യാപ്പൊക്കെ കിട്ടി, റെസ്റ്റ് ഒക്കെ എടുത്തു, മൈൻഡൊക്കെ കൂളായി, ഇനി വീണ്ടും പണിയിലേക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മുടെ വിശേഷങ്ങള്. ഇനിയിപ്പോ എന്തൊക്കെയാവാമോ ദൈവത്തിനറിയാം. ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോയിട്ടാ. ആദ്യത്തിന് ചോറ് കൊടുത്തേ, ആദ്യം ബാലൻസ് ചോറ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ കിടന്നുറങ്ങി. അപ്പം ഉറങ്ങി കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങാം. ഫുഡ് കഴിക്കാൻ വെച്ചു. പിന്നെ നമുക്ക് നാടൻ കോഴിക്കറി ഉണ്ട്, ഉരുളക്കിഴങ്ങ് ഇട്ട് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കൂട്ടി ആദ്യത്തിന് പപ്പടം കൂട്ടിയെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിന് മുന്നേ അവൻ ഉറങ്ങി, അതായത് കറി വേവണതിന് മുന്നേ അവൻ ഉറങ്ങി. അപ്പം പിന്നെ കറി വേവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തില്ല. പിന്നെ ഈ നാടൻ കോഴിക്കറി കൊടുക്കുമ്പോഴേ എന്താ പറയാ, ഇങ്ങനെ വോമിറ്റിങ് ദഹിക്കാത്ത കാരണം തോന്നുന്നു. ഇതിന് നമ്മൾ സാധാ കോഴി കൊടുക്കണതിൻ്റെ അല്ല, ഈ കോഴി കൊടുക്കുമ്പോൾ അതിന് ചെറിയ വോമിറ്റിങ് ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് നമ്മളത് അധികം അങ്ങനെ കൊടുക്കാറില്ല. ഇതിൽ ഉരുളക്കിഴങ്ങ് ഇടുന്നത് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. ഇന്ന് മദേഴ്സ് ഡേ ആണ് കേട്ടോ. അപ്പം എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാ അമ്മമാരും കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മക്കളെ വളർത്തുന്നത്. അതെനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ 2 പേരെ നോക്കുമ്പോൾ 2 പേര് വാശി പിടിക്കുമ്പോഴും കരയുമ്പോഴും നമുക്ക് എന്താ പറയുക, രാത്രി ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. അങ്ങനെ കുറേ ഇതുകളുണ്ട്. അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ചിലപ്പോൾ ആരോട് പറഞ്ഞാലും ചിലപ്പോൾ അത് മനസ്സിലാവില്ല. പക്ഷെ അത് അമ്മമാർക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്താൽ നമ്മളെ വളർത്തിയേക്കണം. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ മക്കളെ വളർത്തണം. ഇത് കണ്ട സേമിയോ പായസമായിട്ടത് നമുക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഉണ്ടാക്കി കൊണ്ടുവന്നു. നമുക്കല്ല, മെയിനായിട്ട് ആദത്തിന് പായസം ഭയങ്കര ഇഷ്ടമാണ്. അതത് കണ്ടപ്പോൾ തുടങ്ങി കൊടുക്കാൻ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. എന്നിട്ട് ചോറ് 2 ഉരുളേ തിന്നിട്ടുള്ളൂ, പിന്നെ പായസം കുടിച്ചിട്ടുണ്ട്.
നല്ലതാട്ടോ. അവൻ്റെ പേടി ഞാൻ ഇത് തിന്ന് തീർക്കുമെന്നുള്ളതാ. ഞാൻ തിന്ന് തീർക്കണമെന്നില്ല, ഞാൻ 2 സ്പൂൺ തിന്നിട്ട് എടുത്തു വയ്ക്കാൻ പോകും. പക്ഷെ എനിക്ക് മധുരത്തിനോട് ഇപ്പോൾ ഭയങ്കര എന്തോ ഒരു ഇഷ്ടം കൂടുതലുണ്ട് കേട്ടോ. ഷുഗർ അങ്ങനെ വരാമുണ്ടാവും, ദൈവത്തിനറിയാം. ഇവിടെ എല്ലാവർക്കും മറ്റേ ഗോതമ്പ് പായസല്ലേ അതാ ഇഷ്ടമുള്ളൂ കേട്ടോ. പിന്നെ അടപ്രഥമനും ഈ സേമിയോ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടം കുറവാണ്. പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടം കുറവാന്ന് പറയുമ്പോൾ എല്ലാവരും ശരിക്കും തൈര് കഴിക്കില്ല. തൈര് കഴിക്കും, അല്ലാണ്ട് പാൽ ചായ കഴിക്കില്ലേ. അപ്പച്ചൻ കുടിക്കും, അല്ലാണ്ട് വേറെ ആരും കഴിക്കില്ല. ഞാനും കുടിക്കും, വേറെ ആർക്കും ഇഷ്ടമല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.